வயநாடு நிலச்சரிவில் சிக்கி உயிரிழந்தோரில் தலை, கை, கால் உள்ளிட்ட பாகங்கள் இல்லாமலும் உடல்கள் கண்டெடுக்கப்பட்டு வருகின்றன. அவற்றை கூராய்வு செய்வது சவாலாகி இருக்கிறது. அந்த பணியில் ஈடுபட்டு வரும் மருத்துவர் அஜித்துடன் நமது செய்தியாளர் சுதீஷ் நடத்திய நேர்காணலை தற்போது பார்க்கலாம். ഇത്രയും കൂടുതൽ ബോഡികൾ ഒന്നിച്ചിട്ട് ഒരു സ്ഥലത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു നടപടികൾ ഞങ്ങൾക്ക് എങ്ങനെ ഒരു ഇരിക്കുന്നുണ്ട്? നമ്മുടെ ഇവിടെ നമുക്ക് ആദ്യം 30-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിപ്പോൾ കേസ് കുറച്ച് വരും എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഒരുപാട് കൂടുതലാണ് വന്നത്. നമുക്ക് DMO പറഞ്ഞതിന്റെ ബേസിസിലാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ടെമ്പററി സെറ്റപ്പാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബോഡീസൊക്കെ ആദ്യം എന്താ പറയുക, നല്ല മുറിവുകളൊക്കെ കൂടിയിട്ടുള്ളതാണ്. അതായത് മരിക്കുന്നതിന് മുമ്പേ സംഭവിച്ച മുറിവുകളുടെ അതാണ്. കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരും എല്ലാവരും ഉണ്ട്. തല ഇല്ലാത്ത അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള മുറിവുകളുള്ള കേസുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സിന്റെയും എല്ലാവരും സപ്പോർട്ടും നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ നമുക്ക് 24 മണിക്കൂറും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ 24 മണിക്കൂറാണ്. പക്ഷേ ആദ്യത്തെ ദിവസം മാത്രമായിരുന്നു നമുക്ക് 24 hours നമുക്ക് ഉണ്ടായിരുന്നത്. എത്രയും ഡോക്ടേഴ്സ് ഈ ഇടപെടൽ ചെയ്യുന്നത്? എല്ലാ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിൽ നിന്നും നമുക്ക് കേരള സ്റ്റേറ്റിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും, ആലപ്പുഴ, കോട്ടയം, കണ്ണൂര്, എല്ലാ സ്ഥലത്തും നമുക്ക് ഡോക്ടേഴ്സിന്റെ, ഫോറൻസിക് ഡോക്ടേഴ്സിന്റെ തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഡോക്ടേഴ്സിന്റെയും നമുക്ക്, അതുപോലെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവരും നമുക്ക് ഇതിനു വേണ്ടി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ട് നമ്മൾ 24 മണിക്കൂർ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിലച്ചരിവ് സംഭവത്തിൽ ഒട്ടി പറഞ്ഞ ബോഡികളിൽ ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ചാലഞ്ച്, വേറെ എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടായിരുന്നു? നമുക്ക് ചാലഞ്ച് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ ആണ്, തിരിച്ചറിയാന്നുള്ളതാണ് മെയിൻ ചാലഞ്ച് ഉള്ളത്. കാരണം വെച്ചപ്പോൾ മിക്ക ബോഡിയിലും മുഖമൊക്കെ വികൃതമായിട്ടിരിക്കും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മെയിൻ ചാലഞ്ച് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും തുന്നി അവർക്ക് അവരുടെ ബന്ധുക്കൾക്ക് കാണാൻ പറ്റുന്ന, മനസ്സിലാകുന്ന തരത്തിലാക്കി കൊടുക്കാന്ന് നമുക്ക് ചാലഞ്ച് ഉണ്ട്. ചിലത് തല മാറി കിടക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ശരിക്കും ഇവർക്ക് ബന്ധുക്കൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പേടിക്കാൻ പാടാത്ത തരത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ചാലഞ്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരും ഒത്തൊരുമ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കൃത്യമായിട്ട് ഒരു അടയാളം കാണാത്ത ഒരു ബോഡി, ഒരു പാർട്ട് മാത്രം കിട്ടിയ ശരീരങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ DNA ടെസ്റ്റ് കൊടുത്തിട്ട് അവരുടെ റിലേഷൻസ് എങ്ങനെ കൊടുക്കാൻ പറ്റും? അത് എങ്ങനെ അടയാളം കാണിക്കാൻ പറ്റും? ഞങ്ങൾ DNA എടുത്തിട്ട്, എല്ലാവരുടെയും ബോഡിയിൽ നിന്ന് നമ്മൾ DNA എടുത്തിട്ടാണ് അത് ടെസ്റ്റിങ്ങിന് അയക്കുന്നത്. അപ്പോൾ DNA സാമ്പിൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് ബന്ധുക്കൾക്ക് സംശയമുള്ളവർ അവർക്ക് രക്തസാമ്പിൾ കൊടുക്കാം. ആ രക്തസാമ്പിൾ ഇതുപോലെ തന്നെ DNAക്ക് അയക്കും. അങ്ങനെ ക്രോസ് മാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ വരെ എത്ര ബോഡികൾ ഈ സ്ഥലത്തിൽ ചെയ്തിട്ടുണ്ട്? ഇത്രയും ബോഡികൾ ഒരു സ്ഥലത്തിൽ ഇതുവരെ നിങ്ങൾ ഒരു പോസ്റ്റ്മോർട്ടം ഒരു നടപടിയിൽ ഈടുപെട്ടിട്ടുണ്ടോ? നമുക്കിവിടെ 168 കേസാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. എല്ലാ കേസും നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മറ്റേ 20 ബോഡിയുടെ അടുത്താണ് പാർട്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് 140ഓളം നമുക്ക് മുകളിലൊക്കെ നമുക്ക് മുഴുവൻ ശരീരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാം ഇത്രയും ദിവസം കൊണ്ട്.